ആഗസ്റ്റ് 15-നല്ല ഇന്ത്യയുടെ സ്വാതന്ത്ര്യം ഉണ്ടായത്. അതിനൊരു മാറ്റമുണ്ടായി. സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിൽ ഓഗസ്റ്റ് 15-നെ കുറിച്ച് ഇന്ത്യയിലുള്ള മതനേതാക്കന്മാർ കൂടിയാലോചിച്ചപ്പോൾ ഓഗസ്റ്റ് 15 എന്ന് പറയുന്നത് നല്ലൊരു ദിനമല്ല, അതുകൊണ്ട് ഓഗസ്റ്റ് 15-ൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം വേണ്ട എന്ന നിലപാടുമായി നെഹ്റുവും ഗാന്ധിജിയും ഒക്കെ വൈസ്രോയി ചെന്ന് കാണുമ്പോൾ സോമരസം ഉണ്ടാക്കി കുടിക്കുമ്പോൾ ആ സോമരസം കുടിക്കാൻ ദേവലോകത്തു നിന്ന് ദേവകൾ ഇറങ്ങി വരുമായിരുന്നു. നമ്മുടെ ഭാരതത്തിന്റെ രാഷ്ട്രപിതാവായിരിക്കുന്ന മഹാത്മാഗാന്ധി മധ്യവർജന പ്രസ്ഥാനത്തിന്റെ ലോകം കണ്ട ഏറ്റവും വലിയ അംബാസിഡർ അന്തം സഹോദരിയെ ശാരീരികമായി പീഡിപ്പിച്ചതിന്റെ പേരിൽ ജയിലിൽ കിടക്കേണ്ടി വന്നു. സ്വന്തം അമ്മയ്ക്ക് പോലും വീടിനകത്ത് കതകിന് കുറ്റിയിട്ടിട്ട് മാത്രമേ കിടന്നുറങ്ങാൻ കഴിയൂ. 1600-കളിൽ ജഹാംഗീറിന്റെ നേതൃത്വത്തിലുള്ള മുഗൾ സാമ്രാജ്യം ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തിലാണ് ബ്രിട്ടീഷ് രാജ്ഞിയുടെ അധികാരത്തോടെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി കച്ചവടത്തിനായി ഭാരതത്തിലേക്ക് വരുന്നത്. ഒരു നൂറ്റാണ്ട് കൊണ്ട് തന്നെ ഭാരതത്തിന്റെ വിവിധ ഇടങ്ങളിൽ തങ്ങളുടെ കച്ചവട തന്ത്രം പയറ്റിത്തെളിഞ്ഞ ബ്രിട്ടീഷുകാർ, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഭാരതത്തിന്റെ പലയിടങ്ങളിലും കൈക്കലാക്കാൻ പലവിധത്തിലുള്ള തന്ത്രങ്ങൾ മെനഞ്ഞു. മുഗൾ സാമ്രാജ്യം രാഷ്ട്രീയമായി ശിഥിലമായി പോയപ്പോ 1757-ൽ ബംഗാളിലെ സിറാജുദ്ദൗള എന്ന് പറയുന്ന നവാബിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ആദ്യമായി ഭാരതത്തിൽ ഒരിടത്ത് അവർ ഭരണം സ്ഥാപിച്ചെടുത്തു. പിന്നെ അങ്ങോട്ട് അത് തുടർക്കഥയായി മാറി. 1857 വരെ ഭാരതത്തിന്റെ പലയിടങ്ങളിലും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അധികാര പരിധിയിലേക്ക് മാറിക്കഴിഞ്ഞു. 1857-ലാണ് ബ്രിട്ടീഷുകാർ ശിപ്പായി ലഹള എന്ന് വിളിക്കുന്ന നാം മഹത്തായ വിപ്ലവം, ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം എന്ന് അഭിസംബോധന ചെയ്യുന്ന കൊൽക്കത്തയിലെ പട്ടാള റെജിമെന്റിൽ നടന്ന മഹത്തായ വിപ്ലവം. സൈനികന് നേരെ നിറയൊഴിച്ചു നിർദാക്ഷിണ്യം സൈനികരെ വധിച്ചു കളഞ്ഞ ബ്രിട്ടീഷ് പട്ടാളത്തിനെതിരെ കൊൽക്കത്തയിലെ സൈനികർ ഏറ്റെടുത്തിയ ആ വിപ്ലവം ഇന്ത്യ മുഴുവൻ ഒരു തീക്കാറ്റ് പോലെ പടർന്നു പിടിച്ചു. അതങ്ങ് കാശ്മീർ മുതൽ കന്യാകുമാരി വരെ പട്ടാള ക്യാമ്പുകളിൽ ബ്രിട്ടീഷ് അധികാരികൾക്കെതിരെ തോക്കെടുത്ത് യുദ്ധം ചെയ്യാൻ അന്ന് ബ്രിട്ടീഷ് സേനയിൽ ചേർന്നിരുന്ന ഇന്ത്യക്കാരെ പ്രേരിപ്പിച്ചു. പക്ഷേ ആ യുദ്ധം അടിച്ചമർത്താൻ ബ്രിട്ടീഷുകാർക്ക് അധികം സമയമൊന്നും വേണ്ടി വന്നില്ല. 1857-ൽ ആരംഭിച്ച മഹത്തായ വിപ്ലവം 1857-ൽ തന്നെ കെട്ടടങ്ങി. അന്നത്തെ ഝാൻസി റാണിയായിരുന്ന റാണി ലക്ഷ്മിഭായ് അടക്കമുള്ള ദാദാ സാഹിബ് അടക്കമുള്ള ആളുകൾ ആ യുദ്ധത്തിനകത്ത് പങ്കുചേർന്നു. പിന്നെ ആ യുദ്ധം മുൻപിലേക്ക് പോയപ്പോൾ ഭഗത് സിംഗിനെ പോലെ, ചന്ദ്രശേഖർ ആസാദിനെ പോലെ ജീവൻ കൊടുത്ത് രാജ്യത്തിന്റെ മോചനത്തിനായി പോരാടിയ അനേകം ബലിദാനികൾ ഉണ്ടായി. പിന്നീട് ഗാന്ധി യുഗം പിറന്നു. ഗാന്ധി യുഗം പിറന്നപ്പോ തൊട്ടപ്പുറത്ത് എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് വിമോചനം തരാമെന്ന് വിളിച്ചു പറഞ്ഞ സുഭാഷ് ചന്ദ്രബോസിനെ പോലെയുള്ള തന്റെ ഇടമുള്ള നേതാജിമാരെ പോലെ നിരവധി നേതാക്കന്മാർ അണിനിരന്നു. അങ്ങനെ 1947-ൽ ചെങ്കോട്ടയിൽ ഉയർന്നു നിന്ന കാളകൂട വിഷത്തിന്റെ നിറമുള്ള ബ്രിട്ടീഷ് കൊടി താഴ്ത്തിക്കെട്ടിയിട്ട് ഇന്ത്യയുടെ സുവർണ പതാക അർദ്ധരാത്രിക്ക് ചെങ്കോട്ടയുടെ ആകാശത്ത് പാറിപ്പറക്കുമ്പോ ഓരോ ഇന്ത്യക്കാരനും അഭിമാനത്തോടെ ഒരുപക്ഷെ വിളിച്ചു പറഞ്ഞു കാണണം, ഉയര് പതാകെ, പാറ് പതാകെ, വാനിൽ ഉയർന്ന് പറക്ക് പതാകെ, വാനിൽ ഉയർന്ന് പറന്നിട്ടോ പകരൂ ഞങ്ങൾക്ക് ആവേശം. നമ്മെ ഭാരതീയൻ എന്ന ബോധ്യത്തിനകത്ത് നിർത്തിയത് 1947-ൽ നമുക്ക് നേടിത്തന്ന സ്വാതന്ത്ര്യമാണ്. ഒരമ്മ പെറ്റ മക്കളായി വന്ദേ മാതരം എന്ന വാക്കിന്റെ അർത്ഥം അമ്മേ പ്രണാമമെന്ന ഈ ഇന്ത്യ എന്ന് പറയുന്നത് നമ്മുടെ പെറ്റമ്മയും പോറ്റമ്മയുമാണ്. ആ ഭാരതീയൻ എന്ന ആത്മധൈര്യം നമ്മുടെ അകത്തേക്ക് തന്നത് 1947-ൽ നാം പോരാടിയെടുത്ത സ്വാതന്ത്ര്യമാണെന്ന് നാം മറന്നു പോകരുത്. പിന്നീട് അങ്ങോട്ട് ഇവിടെ മലയാളം സംസാരിക്കുന്നവനും തൊട്ടപ്പുറത്ത് തമിഴ് സംസാരിക്കുന്നവനും കന്നഡ സംസാരിക്കുന്നവനും തെലുങ്ക് സംസാരിക്കുന്നവനും മറാഠി സംസാരിക്കുന്നവനും ഹിന്ദി സംസാരിക്കുന്നവനും മുണ്ടുടുക്കുന്നവനും പാൻറിടുന്നവനും താറുകെട്ടുന്നവനും തലപ്പാവ് വെക്കുന്നവനുമെല്ലാം ഒറ്റ പദത്തിന് കീഴിൽ അണിനിരന്നിട്ടുണ്ട്. നാം ഭാരതീയരാണ്. അങ്ങനെ 1950-ൽ ഇന്ത്യയുടെ ഭരണഘടന ഭൂമുഖത്തേക്ക് കൊണ്ടുവരുമ്പോൾ അതിനകത്ത് സ്വാതന്ത്ര്യം, സമത്വം, നീതി എല്ലാ മനുഷ്യരും ഒരുപോലെ പ്രദാനം ചെയ്തുകൊണ്ട് ഇന്ത്യയുടെ ഭരണഘടന നമുക്ക്
നമുക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകി. 1947 നാം സ്വാതന്ത്ര്യം നേടിയിട്ടും നാം നമ്മുടെ ഭരണഘടനയുടെ കീഴിലല്ല. 1947 മുതലുള്ള 3 വർഷങ്ങൾ ബ്രിട്ടീഷ് രാജ് ആക്ടിന്റെ കീഴിലായിരുന്നു ഇന്ത്യ ഭരിക്കപ്പെട്ടിരുന്നത്. വിക്ടോറിയ രാജ്ഞി 1858 തൊട്ട് ഈ ഇന്ത്യ വൈസ്രോയ് മുഖാന്തരം നേരിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ 1947 ഇന്ത്യയുടെ സുവർണ ദിനമുണ്ടായി. അതിനൊരു ചരിത്രമുണ്ട്. ആഗസ്റ്റ് 15 എന്ന പ്രത്യേക ദിനത്തിനൊരു ചരിത്രമുണ്ട്. എന്താ അതിന്റെ ചരിത്രം? എന്താ ഡേറ്റിന്റെ പ്രാധാന്യത? അന്നത്തെ വൈസ്രോയി സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിന് വേണ്ടി യോഗം വിളിക്കുമ്പോ അദ്ദേഹം പ്രത്യേകിച്ചൊരു ഡേറ്റ് ഒന്നും തീരുമാനിച്ചിട്ടില്ല. അന്നുണ്ടായിരുന്ന പത്രപ്രവർത്തകൻ ചോദിച്ചു, ഏത് ഡേറ്റിലായിരിക്കും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകുന്നത്? പെട്ടെന്ന് അദ്ദേഹത്തിന്റെ മനസ്സിൽ ഓർമ്മ വന്നത് 1945 രണ്ടാം ലോക മഹായുദ്ധം അവസാനിക്കുമ്പോ ബ്രിട്ടൻ ജർമ്മനിയെ കീഴ്പ്പെടുത്തിയ ആഗസ്റ്റ് 15 എന്ന് പറയുന്ന സുവർണ ദിനമാണ് വൈസ്രോയിയുടെ മനസ്സിലേക്ക് വന്നത്. അദ്ദേഹം പറഞ്ഞു, ആഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കും. പക്ഷേ ആഗസ്റ്റ് 15 ഇന്ത്യയുടെ സ്വാതന്ത്ര്യം ഉണ്ടായത്. അതിനൊരു മാറ്റമുണ്ടായി. സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിൽ എന്ന പുസ്തകം വായിക്കുമ്പോൾ ആശയം നമുക്ക് മനസ്സിലാകും. എന്തുകൊണ്ടാണ് അർദ്ധരാത്രിയിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കൊടുത്തത്? ഒരു ഓഫീസ് തുറക്കുന്ന ഒരു പകലിൽ സ്വാതന്ത്ര്യം കൊടുക്കാതെ, ഒരു ദിനം ആരംഭിക്കുന്ന ഒരു പകലിൽ സ്വാതന്ത്ര്യം കൊടുക്കാതെ എന്തിനാണ് ആഗസ്റ്റ് 14 അർദ്ധരാത്രിയിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യം ഉണ്ടായത്? മറ്റൊന്നും കൊണ്ടല്ല. ഓഗസ്റ്റ് 15 കുറിച്ച് ഇന്ത്യയിലുള്ള മതനേതാക്കന്മാർ കൂടിയാലോചിച്ചപ്പോൾ ഓഗസ്റ്റ് 15 എന്ന് പറയുന്നത് നല്ലൊരു ദിനമല്ല. അതുകൊണ്ട് ഓഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം വേണ്ട എന്ന നിലപാടുമായി നെഹ്റുവും ഗാന്ധിജിയും ഒക്കെ വൈസ്രോയി ചെന്ന് കാണുമ്പോൾ വൈസ്രോയി പറഞ്ഞു, എന്റെ വാക്ക് മാറ്റില്ല, ഓഗസ്റ്റ് 15 തന്നെ ഞാൻ സ്വാതന്ത്ര്യം നൽകും. പക്ഷേ അന്ന് നടന്ന വട്ടമേശ സമ്മേളനത്തിനകത്തുണ്ടായ തീരുമാനമാണ് ഓഗസ്റ്റ് 14 അർദ്ധരാത്രിക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകാം. അങ്ങനെ ചരിത്രത്തിലാദ്യമായി ഇന്ത്യ അധികാര സ്വാതന്ത്ര്യവും ഭരണ സ്വാതന്ത്ര്യവും നേടി ഒരു ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കായി മാറി. പക്ഷേ ഇവിടെയുള്ള ഓരോ ഭാരതീയനോടും വിരൽ ചൂണ്ടി ചോദിക്കണം, നമ്മൾ ഇന്ന് സ്വാതന്ത്ര്യം അനുഭവിക്കുന്നുണ്ടോ? നമ്മൾ ഇന്ന് സമാധാനം അനുഭവിക്കുന്നുണ്ടോ? മദ്യത്തിന്റെ അടിമത്തം അനുഭവിക്കുന്നുണ്ട്, മയക്കുമരുന്നിന്റെ അടിമത്തം അനുഭവിക്കുന്നുണ്ട്, കുടുംബ തകർച്ചയുടെ അടിമത്തം അനുഭവിക്കുന്നുണ്ട്, രോഗങ്ങളുടെ അടിമത്തം അനുഭവിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മുടെ ഗവൺമെന്റ് മദ്യത്തിന്റെ കച്ചവടം കുറഞ്ഞു പോയപ്പോ ഇവിടുത്തെ ബീവറേജ് ഔട്ട്ലെറ്റുകളോട് വിശദീകരണം തേടി. എന്തുകൊണ്ടാണ് മദ്യത്തിന്റെ വ്യാപാരം കുറഞ്ഞു പോയത്? ഗവൺമെന്റ് പിടിച്ചു നിൽക്കുന്നത് തന്നെ മദ്യവ്യാപാരത്തിനകത്ത്. ഇവിടുത്തെ പൊതുമേഖലാ സ്ഥാപനം മുഴുവൻ നഷ്ടത്തിലാണ്. നമ്മുടെ മുൻപിലോടുന്ന KSRTC നഷ്ടത്തിലാണ്. ഇവിടുത്തെ കരണ്ട് കൊടുക്കുന്ന KSEB നഷ്ടത്തിലാണ്. ഭക്ഷ്യവിതരണ കോർപ്പറേഷൻ നഷ്ടത്തിലാണ്. ആകെ കേരള സർക്കാരിൽ ലാഭത്തിലോടുന്ന ഏക പ്രസ്ഥാനം എന്ന് പറയുന്നത് ബീവറേജസ് കോർപ്പറേഷൻ ആണ്. ബീവറേജ് അല്ലാതെ മറ്റൊരു സർക്കാർ സംവിധാനം ഇവിടെ ലാഭത്തിലോടുന്നില്ല. അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും മനുഷ്യനെ വിറ്റിട്ടാണെങ്കിലും നാടിനെ നിലനിർത്തണമെന്ന് ഇവിടെ ആരും കുടിച്ചു നശിക്കുന്നതിൽ ഇവിടത്തെ ഒരു സർക്കാരിനും വിഷമമില്ല. കഴിഞ്ഞ ഒരു മാസത്തിന് മുൻപ് ഈ കേരളം മുഴുവൻ അവർ വിമോചന ലഹരി വർജന സ്വാതന്ത്ര്യ യാത്ര നടത്തി. പക്ഷെ ആരും ലഹരി വർജിച്ചില്ല. നിങ്ങളെല്ലാം ശ്രദ്ധിക്കുന്നെങ്കിൽ മദ്യം എന്ന് പറയുന്നത് പണം വിടർത്തിയാടുന്ന ഒരു സർപ്പമാണ്. മയക്കുമരുന്ന് 1000 കരങ്ങളുള്ള ഒരു കിനാവള്ളി ചുറ്റാണ്. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. മദ്യത്തിന്റെ ഉപഭോഗം മാനവ സംസ്കാരത്തോളം പഴക്കമുണ്ട്. മദ്യത്തിന്റെ ഉപഭോഗത്തിന് പുരാണത്തിൽ മദ്യത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. സോമരസമെന്ന സോമലത എന്ന് പറയുന്ന ഒരു സസ്യം ഉരകല്ലിനകത്ത് പൊടിച്ചെടുത്ത് കമ്പിളി വസ്ത്രത്തിനകത്ത് അരിച്ചെടുത്ത് സോമരസം ഉണ്ടാക്കി കുടിക്കുമ്പോൾ ആ സോമരസം കുടിക്കാൻ ദേവലോകത്തു നിന്ന് ദേവകൾ ഇറങ്ങി വരുമായിരുന്നു. ആ സോമരസം കുടിച്ച് വിക്രിയ ചേഷ്ടകൾ കാണിക്കുന്ന ദേവകൾ ഉണ്ടായിരുന്നു. പിന്നീട് അങ്ങോട്ട് ഹോമറിന്റെ ഗ്രീക്ക് ഇതിഹാസമായ ഇലിയട്ടും ഒഡീസിയും വായിച്ചു നോക്കിയാൽ അന്നത്തെ ആംഗമൻ രാജാവ് 10 വർഷത്തെ ട്രോജൻ യുദ്ധം കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ ഒഡീസിയൂസ് ഇതാക്കയിലേക്ക് മടങ്ങി വരുന്ന ഒരു ചരിത്രം ഗ്രീക്ക് ഇതിഹാസം പറയുന്നുണ്ട്. ഇതാക്കിയുടെ പതാക ഉയർത്തിയ കൂറ്റൻ കപ്പലിനകത്ത് തിരമാലകളെ ചീന്തിക്കൊണ്ട് കപ്പൽ മുൻപിലേക്ക് പായുമ്പോ താമര ദ്വീപ് എന്ന് പറയുന്ന ഒരു ദ്വീപിൽ ആ കപ്പൽ വന്നെത്തി നിൽക്കുമ്പോ ഒഡ്യൂസിയോസിന്റെ യാത്രകളെ തെറ്റിച്ചു കളഞ്ഞത്
ആ ദ്വീപിനകത്തു നിന്ന് അവന് കിട്ടിയ മധ്യമ 10 വർഷം കടലിൽ അലഞ്ഞു നടന്നു. ഗ്രീക്ക് ഇതിഹാസം പറയുന്ന തത്വമാണ്. പിന്നീട് മുൻപിലേക്ക് വരുമ്പോ വിശുദ്ധ വേദപുസ്തകം ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം പരിശോധിക്കുമ്പോൾ പഴച്ചാറിൽ നിന്നും വീഞ്ഞുണ്ടാക്കിയിട്ട് വിവസ്ത്രനായ ഒരു പിതാവ് ഒരു കൂടാരത്തിനകത്ത് കിടന്നു. അവന്റെ പേര് നോഹ എന്ന. ഇന്ന് സംഭവിക്കുന്നത് പോലെ തന്നെ നോഹയ്ക്ക് സംഭവിച്ചു. മാനഹാനി, ധനഹാനി, എല്ലാ നഷ്ടങ്ങളും നോഹയ്ക്കും സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ പഴയ ഇതിഹാസങ്ങളാകട്ടെ, ഗ്രീക്ക് ഇതിഹാസമാകട്ടെ, പുരാണമാകട്ടെ, ബൈബിളാകട്ടെ ഒരുപോലെ പറഞ്ഞിട്ടുണ്ട്. മദ്യം കൊണ്ട് മനുഷ്യന് ഗുണമൊന്നും ഉണ്ടായിട്ടില്ല. മദ്യം കൊണ്ട് മനുഷ്യന് നഷ്ടമേ ഉണ്ടായിട്ടുള്ളൂ. ക്രാന്തദർശികളായ കർമ്മയോഗികളായ നിരവധി ആളുകൾ മദ്യത്തിനെതിരെ അണിനിരന്നിട്ടുണ്ട്. മുഹമ്മദ് നബി പറഞ്ഞത് സകല കുറ്റകൃത്യങ്ങളുടെയും മാതാവാണ് മദ്യമെന്ന മുഹമ്മദ് നബി പറഞ്ഞത്. മദ്യമുണ്ടാക്കരുത്, മദ്യം വിൽക്കരുത്, മദ്യം കുടിക്കരുതെന്ന് ശ്രീനാരായണ ഗുരു വിളിച്ചു പറഞ്ഞു. നമ്മുടെ ഭാരതത്തിന്റെ രാഷ്ട്രപിതാവായിരിക്കുന്ന മഹാത്മാഗാന്ധി മദ്യവർജന പ്രസ്ഥാനത്തിന്റെ ലോകം കണ്ട ഏറ്റവും വലിയ അംബാസിഡറാണ്. എന്നിട്ടും ഇവിടെ മദ്യവർജനം നടപ്പിലാക്കാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. മദ്യവിമുക്ത സമിതിയുണ്ട്, മദ്യവർജന സമിതിയുണ്ട്. എന്നിട്ടും നമ്മുടെ തെരുവോരത്തെ ഓടകളിൽ ആളുകൾ ഇന്നും കുടിച്ചു നടക്കുന്നുണ്ട്. നമ്മുടെ ബീവറേജ് ഔട്ട്ലെറ്റുകളിൽ മദ്യത്തിന്റെ വ്യാപാരം കുറയാൻ ഒറ്റ കാരണമേ ഉള്ളൂ. എന്തുകൊണ്ടാ ഇവിടുത്തെ മദ്യത്തിന്റെ ഉപഭോഗം കുറഞ്ഞത്? ഈ കമ്പംമെട്ടും ചെല്ലാറുകോവിലും തുടങ്ങി അതിർത്തി കടന്നു വരുന്ന കെട്ടുകണക്കിന് കഞ്ചാവുകളാണ് പോലീസ് സ്റ്റേഷനിൽ ഓരോ ദിവസവും പിടിക്കുന്നത്. പിടിക്കാതെ വരുന്ന എത്ര കെട്ട് കഞ്ചാവുണ്ട്? ആ കഞ്ചാവ് ഉപയോഗിക്കുന്നത് നമ്മുടെ യുവാക്കളാണ്. MDMA പോലുള്ള, LSD സ്റ്റാമ്പ് പോലുള്ള ഇതര മാരക മയക്കുമരുന്ന് വസ്തുക്കൾ ഉപയോഗിക്കുന്നത് ഈ നാട്ടിലെ കുഞ്ഞുങ്ങളാണ്. നമ്മുടെ അനേകായിരം സഹോദരിമാരുടെ താലിച്ചരട് അറുത്ത് കളഞ്ഞ് കുഞ്ഞുങ്ങളുടെ ടിഫിൻ ബോക്സിനൊപ്പം വിദ്യാലയത്തിന്റെ 3-ാം നില കയറിയ മദ്യപാനത്തെയും മയക്കുമരുന്നിനെയും ഒരുമിച്ച് ചെറുത്തു തോൽപ്പിക്കാൻ മനുഷ്യൻ മുഴുവൻ നോക്കിയിട്ട് കഴിഞ്ഞില്ല. ഇനി ഒരു കാര്യം കൂടെ പറയാം. ഇവിടത്തെ മുഴുവൻ ബീവറേജും അടച്ചുപൂട്ടിയാലും, ഇവിടത്തെ മുഴുവൻ ബാറുകളും അടച്ചുപൂട്ടിയാലും, എനിക്ക് മുൻപേ ഇവിടെ അധ്യക്ഷൻ പറഞ്ഞതുപോലെ എങ്ങനെയെങ്കിലും മാറ്റുചാരായം ഉണ്ടാക്കിയിട്ടാണെങ്കിലും മനുഷ്യൻ കുടിക്കും. ബീവറേജ് അടച്ചാൽ അവൻ എങ്ങനെയെങ്കിലും മാറ്റുചാരായം ഉണ്ടാക്കും. കോവിഡ് കാലത്ത് നമ്മുടെ ഇവിടുത്തെ പ്രാദേശിക വാർത്ത ശ്രദ്ധിച്ചവർക്കറിയാം. ടൺ കണക്കിന് ശർക്കരയാണ് നമ്മുടെ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും വിറ്റത്. ശർക്കര കൊണ്ടുപോയി ഇവിടുത്തെ കാടുകളിൽ മുഴുവൻ വെച്ച് മാറ്റുചാരായം ഉണ്ടാക്കി കുടിക്കുകയായിരുന്നു കോവിഡ് കാലത്ത് നമ്മുടെ മലയാളികൾ ചെയ്തുകൊണ്ടിരുന്ന പണി. അപ്പൊ ഇവിടുത്തെ ബീവറേജ് ഔട്ട്ലെറ്റ് അടച്ചിട്ടാലോ, ബാറുകൾ അടച്ചിട്ടാലോ മദ്യപാനത്തിന്റെ ആസക്തിയിൽ നിന്ന് മനുഷ്യൻ രക്ഷപ്പെടണമെന്നില്ല. കാരണം എന്താണെന്നറിയാമോ? അവന്റെ പിഞ്ചു കുഞ്ഞ് ഇനിയും പപ്പ മദ്യപിക്കരുതെന്ന് പറഞ്ഞ് കാലിൽ കിടന്ന് നിലവിളിച്ചു പറഞ്ഞിട്ടും അടുത്ത ദിവസം നടന്നു പോകുമ്പോഴും ബീവറേജിലേക്ക് അവന്റെ കാലുകൾ നീളുന്നത്, ബാറിലേക്കും ഷാപ്പിലേക്കും അവന്റെ കാലുകളെ വലിച്ചടിപ്പിക്കുന്നത് മനുഷ്യന്റെ അകത്ത് പാപമുണ്ടെന്നുള്ള യാഥാർത്ഥ്യമാണ്. എന്നെ കേൾക്കുന്ന പ്രിയരെ, വിശുദ്ധ വേദപുസ്തകം പറയുന്നു, ഞാൻ ഇച്ഛിക്കുന്ന തിന്മയല്ല, ഇച്ഛിക്കാത്ത തിന്മയത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. സഹോദരിമാരുടെ താലിച്ചരടർത്തിട്ടും സമാധാനത്തോടെ ഭവനത്തിനകത്ത് വിളമ്പി വെച്ച ആഹാരം കഴിക്കാൻ കഴിയാതിരുന്നിട്ടും മദ്യപാനം ഉപേക്ഷിക്കാൻ മനുഷ്യന് കഴിയുന്നില്ല. കുടുംബം ശിഥിലമായി പോയിട്ടും മദ്യപാനം ഉപേക്ഷിക്കാൻ മക്കൾക്ക് കഴിയുന്നില്ല. തിരുവനന്തപുരത്ത് ഒരു പയ്യൻ മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ട് അപ്പനെയും അമ്മയും വെട്ടിക്കീറി ഫ്രിഡ്ജിനകത്ത് മാസങ്ങളോളം വെച്ചു. അവരെ കാണാതായി എന്ന് പരാതി കൊടുത്തു. പോലീസ് അന്വേഷണത്തിൽ അത് കണ്ടുപിടിച്ചു. ഇവിടെ അണക്കരയിൽ ഒരു കുഞ്ഞ് തന്റെ കൂടെ കിടന്ന കൂടപ്പിറപ്പായ സ്വന്തം സഹോദരിയെ ശാരീരികമായി പീഡിപ്പിച്ചതിന്റെ പേരിൽ ജയിലിൽ കിടക്കേണ്ടി വന്നു. അവൻ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവനാ. സ്വന്തം അമ്മയ്ക്ക് പോലും വീടിനകത്ത് കതകിന് കുറ്റിയിട്ടിട്ട് മാത്രമേ കിടന്നുറങ്ങാൻ കഴിയൂ എന്നൊരു സാഹചര്യം നമ്മുടെ നാട്ടിനകത്ത് വന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു, വന്ദന എന്ന് പറയുന്ന ഒരു ഡോക്ടറെ മദ്യപാനിയായ മയക്കുമരുന്നിന് അടിമയായ ഒരു മനുഷ്യൻ കുത്തിക്കൊന്നു. ഇന്ന് നമുക്കത് പത്രത്തിൽ വായിക്കുന്ന, ചർച്ച ചെയ്യുന്ന ഒരു വാർത്തയാ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, നാളെ എന്റെ കുഞ്ഞിന് നേരെ ആ കടാര ഉയരുമ്പോ, എന്റെ വീടിന് മദ്യപിച്ച് ഒരുവന്റെ വാഹനം എന്റെ കുഞ്ഞിന്റെ നെഞ്ചത്ത് കയറുമ്പോഴാണ് ഞാൻ ലഹരിക്കരുത്, പ്രതികരിക്കണം എന്ന ബോധം മലയാളിക്കുണ്ടാകാൻ പോകുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഇവിടത്തെ ഔട്ട്ലെറ്റ് അടച്ചിട്ടത് കൊണ്ട് മദ്യപാനം മാറണമെന്നില്ല. മനുഷ്യന്റെ അകത്ത് വസിക്കുന്ന പാപമാണ് മനുഷ്യനെ മദ്യപാനിയാക്കി തീർക്കുന്നത്. ബൈബിൾ വിളിച്ചു പറയുന്നു, ഈ പാപത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും? അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, എന്നെ ആർ വിടുവിക്കും? പൗലോസ് പറഞ്ഞു ഞാൻ അരിഷ്ട മനുഷ്യൻ. അതിന്റെ അർത്ഥം, അരിഷ്ട മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ബൈബിൾ ചരിത്രത്തിനകത്ത് അതിന്റെ അർത്ഥം മരുഭൂമിക്കകത്തൊരു തുകലിനകത്ത് ഒരു മനുഷ്യനെ പൊതിഞ്ഞെടുത്തിട്ട് മരുഭൂമിയിൽ ഉപേക്ഷിക്കും.
രാവിലത്തെ ചൂടും വൈകുന്നേരത്തെ തണുപ്പും കൊണ്ട് ഈ തുകല് വികസിക്കുകയും ചുരുങ്ങുകയും ചെയ്യും. അങ്ങനെ ആ തുകലിനുള്ളിൽ കിടക്കുന്ന മനുഷ്യൻ ജീവനോടെ പുഴുവരിച്ചു തുടങ്ങും. ആർക്കും അടുത്തുപോയി ആ ശിക്ഷാവിധിയിൽ നിന്ന് ആ മനുഷ്യനെ തുകലിനകത്തുനിന്ന് അഴിക്കാൻ പറ്റില്ല. തുകലിനകത്തുനിന്ന് ആരെങ്കിലും അഴിച്ചാൽ അവനെ പിടിച്ച് തുകലിനകത്ത് കെട്ടും. അപ്പോ ജീവനോടെ ഒരു തുകലിനകത്ത് പുഴുവരിച്ച് മനുഷ്യൻ മരിക്കും. അവനെ കാണാൻ വരുന്നവരെല്ലാം സഹതപിച്ചിട്ട് കടന്നു പോകും. അവനെ രക്ഷിക്കാൻ ആർക്കും കഴിയില്ല. ഇതാ ഇവിടെ ഓടി നടക്കുന്ന ഈ സ്റ്റാൻഡിന്റെ പരിസരങ്ങളിലും കാണും. ആർക്കും പറഞ്ഞു തിരുത്താൻ കഴിയാത്ത, ആർക്കും രക്ഷിക്കാൻ കഴിയാത്ത, ആർക്കും മടക്കി കൊണ്ടുവരാൻ കഴിയാത്ത, മദ്യപാനത്തിന് അടിമയായ, മയക്കുമരുന്നിന് അടിമയായ, ജീവിതത്തിലേക്ക് തിരിച്ചു വരണമെന്ന് ആഗ്രഹമുള്ള നിരവധി ചെറുപ്പക്കാരി കാണും. എനിക്ക് ജീവിതത്തിന്റെ ഒരു പച്ചത്തുരുത്തുണ്ടെങ്കിൽ എനിക്കതിനകത്ത് കയറണമെന്ന് ആഗ്രഹിക്കുന്ന, പ്രാർത്ഥിക്കുന്ന ആരെങ്കിലും കേൾക്കുന്നെങ്കിൽ ഒരു വാചകം നിങ്ങളോട് ഞാൻ വിളിച്ചു പറയാം: മറ്റൊരുത്തലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിനു കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട യേശു എന്ന നാമമല്ലാതെ മറ്റൊരു നാമവുമില്ല. തീർത്ഥാടനങ്ങൾ, പദയാത്രകൾ, പുണ്യയാത്രകൾ, കൗൺസിലിംഗ് സെന്ററുകൾ എല്ലാം നടത്തിയിട്ടും, ഡി അഡിക്ഷൻ സെന്ററിൽ പോയിട്ടും നിങ്ങളുടെ മദ്യപാനം മാറിയിട്ടില്ലെങ്കിൽ, നിങ്ങളുടെ ലഹരിയുടെ ആസക്തി മാറിയിട്ടില്ലെങ്കിൽ, ഇന്ന് യഥാർത്ഥ സ്വാതന്ത്ര്യം പ്രാപിക്കാൻ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുക. പ്രാർത്ഥന കൊണ്ട് മാറാത്തത്, തീർത്ഥാടനം കൊണ്ട് മാറാത്തത്, പുണ്യയാത്ര കൊണ്ട് മാറാത്തത്, ഡി അഡിക്ഷൻ സെന്റർ കൊണ്ട് മാറാത്തത്, കാൽവറിയിൽ യേശു എനിക്ക് വേണ്ടി ഒരുക്കി അവന്റെ പുണ്യാഹ രക്തത്താൽ എന്നെ ബാധിച്ചു നിൽക്കുന്ന മദ്യപാനാസക്തിയുടെ, മയക്കുമരുന്നിന്റെ അടിമച്ചങ്ങല പൊട്ടിപ്പോയിട്ട് പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകുമെന്ന് വചനം പറയുമ്പോൾ, ഇന്ന് ഈ സ്വാതന്ത്ര്യ ദിനം നാം അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോ എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങൾ ഇന്ന് ഒരുപക്ഷെ അടിമകളായിരിക്കും. മദ്യപാനത്തിന്റെ അടിമയായിരിക്കാം, മയക്കുമരുന്നിന്റെ അടിമയായിരിക്കാം, ഏതെങ്കിലും പോണോഗ്രാഫിക് അഡിക്ഷൻ നിങ്ങൾ അതിന്റെ അടിമയായിരിക്കാം, അശ്ലീല ചിത്രങ്ങളുടെ, മറ്റുതര സാമൂഹ്യ തിന്മകളുടെ അടിമയായിരിക്കാം. നിങ്ങൾ മനസാക്ഷി കുത്തുന്നില്ലേ? രക്ഷപ്പെടണമെന്ന്, എന്റെ മക്കൾക്ക് നല്ല അപ്പനാകണമെന്ന്, എന്റെ ഭാര്യയ്ക്ക് നല്ല ഭർത്താവാകണമെന്ന്, രാത്രിയിൽ ഇരുട്ടറയ്ക്കകത്ത് രണ്ട് വെളിച്ചത്തിൽ ഭർത്താവ് അറിയാതെ കാമുകന് മെസ്സേജ് അയക്കുമ്പോൾ, ഭാര്യ അറിയാതെ കാമുകിക്ക് മെസ്സേജ് അയക്കുമ്പോൾ അതിനകത്തുനിന്ന് പുറത്തു വരാൻ ആഗ്രഹിച്ചിട്ടും പുറത്തു വരാൻ കഴിയുന്നില്ല. അപ്പനെയും അമ്മയും വഞ്ചിച്ച് ജീവിക്കുന്ന എത്രയോ കുഞ്ഞുങ്ങളുണ്ട്. അപ്പനും അമ്മയ്ക്കും മൊബൈൽ ഫോണിന്റെ സോഫ്റ്റ്വെയറിനെ കുറിച്ച് അറിയില്ല. അതുകൊണ്ട് അവരെ കബളിപ്പിച്ച് തങ്ങളുടെ കാമുകന്മാരുമൊത്ത്, കാമുകിമാരുമൊത്ത് വിനോദയാത്ര നടത്തി ജീവിതം പാഴാക്കി കളയുന്ന എത്ര യൗവനക്കാരുണ്ട് നമ്മുടെ സമൂഹത്തിനകത്ത്. പ്രിയരെ, ഇന്ന് നിങ്ങൾ സ്വാതന്ത്ര്യം പ്രാപിക്കട്ടെ. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. ഇനിയും നിങ്ങൾ അടിമനുഖത്തിൽ കുടുങ്ങി പോകരുത്. ഒരു വാചകം പറഞ്ഞ് എന്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കാം. അടിമനുഖം എന്ന് പറഞ്ഞാൽ ഒരു കാളയുടെ കഴുത്തിൽ കണ്ടം പൂട്ടുമ്പോൾ ആ കാളയുടെ കഴുത്തിൽ ആ കലപ്പ വെക്കാൻ വേണ്ടി വെക്കുന്ന വസ്തുവാണ് നുകം. ആ നുകം വെച്ചതുപോലെ മദ്യപാനത്തിന്റെ നുകമായിരിക്കാം നിങ്ങളുടെ കഴുത്തിലുള്ളത്. അവിഹിത ബന്ധങ്ങളുടെ, അവിഹിത ലൈംഗിക വീഴ്ചകളുടെ, അസന്മാർഗിക ജീവിതത്തിന്റെ ഒരു നുകമായിരിക്കാം നിങ്ങളുടെ കഴുത്തിലിരിക്കുന്നത്. വചനം പറയുന്നു, സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നിങ്ങളെ സ്വതന്ത്രരാക്കിയ. ഇതിന് കർമ്മ പരിപാടികളില്ല. യേശു ക്രിസ്തുവിലൂടെയുള്ള രക്ഷ ഇതൊരു വിശ്വാസ മാർഗമാണ്. ഇതിന് പണമടയ്ക്കണ്ട, ഇതിന് തീർത്ഥാടനം നടത്തണ്ട, ആരുടെയും മുമ്പിൽ പോയി മുട്ടുകുത്തണ്ട. നിങ്ങൾ ഇരിക്കുന്ന ഇടത്തുകൊണ്ട് നിന്നുകൊണ്ട് യേശുവിനെ കർത്താവെന്ന് വായ്കൊണ്ട് ഏറ്റുപറയുകയും അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഒരുപക്ഷേ ഈ സന്ദേശം കേൾക്കാൻ ഇത് നിങ്ങൾക്ക് അവസാന നിമിഷമായിരിക്കാം. ഇന്ന് നിങ്ങൾ നടത്തുന്ന യാത്ര ഒരുപക്ഷെ എന്റെ യാത്ര, നിങ്ങളുടെ യാത്ര അന്ത്യയാത്രയാകാം. ഇന്നത്തെ കിടക്ക മരണക്കിടക്കയാകാം. ഇന്നത്തെ അത്താഴം അന്ത്യത്താഴമാകാം. അതിനു മുമ്പ് രക്ഷകനെ കാണാൻ, ജീവിതത്തിനകത്ത് യഥാർത്ഥ വിമോചനം അനുഭവിക്കാൻ, ജീവിതത്തിനകത്ത് യഥാർത്ഥ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ നിങ്ങൾക്ക് ലഭിക്കുന്ന അവസാനത്തെ സുവർണാവസരം ഇതായിരിക്കാം. ഒരു വാക്ക് ഞങ്ങളോടുകൂടെ ചേർന്ന് പ്രാർത്ഥിക്കാമോ? ഇന്നു മുതൽ യഥാർത്ഥ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ. ജീവിതത്തിൽ പെട്ടുപോയ ഒരുപാട് കിനാവള്ളി ചുറ്റുകളാൽ നിങ്ങൾ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ കുടുംബം ശിഥിലമായി പോയെങ്കിൽ, മനസ്സമാധാനം എടുത്തു കളഞ്ഞിട്ടുണ്ടെങ്കിൽ, യഥാർത്ഥമായും രക്ഷ തരുവാൻ, യഥാർത്ഥമായും സമാധാനം തരുവാൻ, യഥാർത്ഥമായും
സ്വാതന്ത്ര്യം തരുവാൻ യേശു ക്രിസ്തുവിന് കഴിയും. സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. പണ്ട് ഭാരതത്തിൽ മുനിമാർ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അസതോമ സദ്ഗമയ, തമസോമ ജ്യോതിർഗമയ, മൃത്യോമ അമൃതംഗമയ. അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക് നടത്തണം, തമസിൽ നിന്ന് ജ്യോതിയിലേക്ക്, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നടത്തണം, മൃത്യുവിൽ നിന്ന് അമൃതത്തിലേക്ക്, മരണത്തിൽ നിന്ന് ജീവനിലേക്ക് നടത്തണം. ആ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി 2000 വർഷങ്ങൾക്ക് മുൻപ് യേശുനാഥൻ വന്ന് പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഈ ഈവനിങ്ങിൽ, ഈ സായന്തനത്തിൽ ആ യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച് ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ യഥാർത്ഥ സ്വാതന്ത്ര്യം അനുഭവിപ്പാൻ നിങ്ങളെ ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ പരിമിതപ്പെടുത്തുന്നു.